ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ വന്ദനവും അറിയിക്കുകയാണ്. കർത്താവ് നിമിത്തം നമുക്ക് തരുന്ന എല്ലാ സ്നേഹബന്ധങ്ങൾക്ക്, കർത്താവ് തരുന്ന വചനത്തിന്, ദൈവം തരുന്ന ധൈര്യത്തിന്, ദൈവം ജീവിക്കാൻ വേണ്ടി തരുന്ന പ്രേരണയ്ക്ക്, എല്ലാറ്റിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട്, നിങ്ങളെ പ്രാർത്ഥനയിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായി 14:31. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. പരിചയമുള്ള കടലിലൂടെ പടകേറി അരിമശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ കർത്താവ് ആ യാത്രയിൽ കൂടെ ചേർന്നില്ല. എൻ്റെ ഓർമ്മയും പഠനവും ശരിയാണെങ്കിൽ യേശുക്രിസ്തു അവരെ പിരിഞ്ഞ് കർത്താവ് കൂടാതെ യാത്ര ചെയ്ത ഒരു സന്ദർഭം ഇതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി കർത്താവ് തൻ്റെ അരിമശിഷ്യന്മാരുമായിട്ട് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം എപ്പോഴൊക്കെയാണോ അവിടെ എല്ലാവരും പിരിഞ്ഞിട്ടില്ല. യേശു കടലിലാണെങ്കിൽ അവരും കടലിൽ, യേശു മലയിലാണെങ്കിൽ അവരും മലയിൽ, യേശു യഹൂദയിലാണെങ്കിൽ അവരും യഹൂദയിൽ, യേശു ഗലീലയിലാണെങ്കിൽ അവരും ഗലീലയിൽ. അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോയി ഒന്നിച്ച് കൂടെ കൊണ്ട് നടക്കുക. വൈകുന്നേരം ആരും വീട്ടിൽ പോകാറില്ല. രാവിലെ 10 മണിയാകുമ്പോൾ മടങ്ങി വരുന്ന രീതിയുമല്ല. ഒരുമിച്ച് മലയിൽ കിടന്നുറങ്ങിയാലും പടകിൽ കയറി അക്കരെ പോയാലും എവിടാണെങ്കിലും കർത്താവ് അവരുടെ കൂടെ കാണാറുണ്ട്. എന്നാൽ ഈ യാത്രയിൽ യേശു മനഃപൂർവ്വം എന്നവണ്ണം കർത്താവിൻ്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരെ വിട്ടിട്ട് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയി. യേശു ഇല്ലാതെ അവർ മറുകര താണ്ടുകയാണ്. ആ കടൽ യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തു. ഒത്തിരി അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. കാറ്റും കോളും തിരമാലകളുമെല്ലാം തുഴഞ്ഞിട്ടും തീരാത്ത ഒരു യാത്രയായിരുന്നു. മുക്കുവന്മാരെ സംബന്ധിച്ച്, വിശിഷ്യ കടലുമായിട്ട് പരിചിതരായിരിക്കുന്നവരെ സംബന്ധിച്ച് മണിക്കൂറുകൾ കൊണ്ട് അക്കരെ ചെല്ലാമായിരുന്നു. പക്ഷേ പ്രഭാതയാമം വരെ തുഴഞ്ഞിട്ടും എങ്ങും ചെന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ തണ്ടു വലിച്ചു കുഴയുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് മലയിൽ നിന്നിറങ്ങി വന്നു. വെള്ളത്തിലൂടെ നടന്ന് പടകിനടുത്ത് ചെല്ലുന്നതാണ് രംഗം. വേദപുസ്തകത്തിൽ മറ്റു ഒരു സ്ഥലത്തും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അത്ഭുതകരമായിരിക്കുന്ന, ആശ്ചര്യപൂർണമായിരിക്കുന്ന കർത്താവിൻ്റെ മഹാപ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാണ്. വെള്ളത്തിൻ്റെ മീതെ നടന്ന് പടകിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഭൂതമാണെന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞു. പത്രോസ് പലപ്പോഴും ഒരു എടുത്തിയാട്ടക്കാരനാണ്, കാര്യങ്ങൾക്ക് ഉത്സുക മനസ്സുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവാണെന്ന് അറിഞ്ഞ മാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരാഗ്രഹം ഉണ്ടായി. കർത്താവേ, നീ ആകുന്നു എങ്കിൽ എന്നെ കൂടെ ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ അനുവദിക്കണം. യേശു വളരെ ശാന്തമായി പറഞ്ഞു, വാ പോരെ. അങ്ങനെ വരിക എന്ന ക്ഷണം കേട്ട്, വിളി കേട്ട് പത്രോസ് പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. അത്ഭുതകരമായ നിമിഷങ്ങൾ, ശ്വാസം അടക്കിപ്പിടിച്ച നിമിഷങ്ങൾ. തൻ്റെ കൂടെ കുറച്ച് നാളുകളായി ഒന്നിച്ചുണ്ടായിരുന്ന യോഹന്നാനും യാക്കോവും അന്ത്രയോസും പീലിപ്പോസൊക്കെ അടങ്ങുന്ന ബാക്കിയുള്ള തൻ്റെ സഹപ്രവർത്തകർ, ഉറ്റമിത്രങ്ങൾ, അവർ ശ്വാസം പിടിച്ച് നോക്കി നിൽക്കുകയാണ്. എന്താ ചെയ്യുന്നത്? വെള്ളത്തിലേക്ക് പത്രോസ് ഇറങ്ങുന്നു. അവർ നോക്കി നിൽക്കുമ്പോൾ പത്രോസ് കാൽച്ചുവടുകൾ വയ്ക്കുന്നു. വെള്ളത്തിൽ മുങ്ങുന്നില്ല, മുന്നോട്ട് നീങ്ങുകയാണ്. അരിമനാഥനായ കർത്താവിൻ്റെ അടുക്കിലേക്ക് സസന്തോഷം വിളി കേട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും ചില ചുവടുകൾ നടന്നു കഴിഞ്ഞപ്പോൾ കാലുകൾ വെള്ളത്തിൽ താഴുന്നു. നെഞ്ചോളം വെള്ളമാകുന്നു. മൂക്കറ്റത്തിലേക്ക് വെള്ളം എത്തുമ്പോഴേക്കും കർത്താവ് കൈനീട്ടിപ്പിടിച്ച് പടകിലേക്ക് രണ്ടുപേരും കൂടി കയറിയതിന് ശേഷം ആ സംഭവത്തെ, അഥവാ ഒരു പരാജയത്തെ, എന്തുകൊണ്ട് ദൈവം വിളിച്ചിട്ടും, എന്തുകൊണ്ട് കർത്താവ് കൂടെ ഉണ്ടായിട്ടും, എന്തുകൊണ്ട് കർത്താവിൻ്റെ കൺമുമ്പിലായിട്ടും മുങ്ങിപ്പോയി എന്നതിനെക്കുറിച്ച് ഇവിടെ കർത്താവ് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിളി ഉണ്ടായിട്ടും, കർത്താവ് കൺമുമ്പിൽ നിന്നിട്ടും, കയ്യെത്താവുന്ന ദൂരത്തെ കർത്താവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മുങ്ങി? എന്തുകൊണ്ട് ആ വിളി തീരുന്നതിനേക്കാൾ മുമ്പ് ആ പ്രയത്നം വ്യർത്ഥമായതുപോലെ ആയിത്തീർന്നു എന്നത്
വ്യക്തമായി പടകിൽ കയറിയതിന് ശേഷം യേശു പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലളിതമാണ്, കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ദൈവാത്മാവ് ഇന്ന് ആരേക്ക് ഓർപ്പിക്കുകയാണ്. യേശുവിനെ വിളിച്ചു അല്പവിശ്വാസിയെ. അപ്പോൾ ഞാനിങ്ങനെ പറയാം, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ, ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ അല്പം വിശ്വാസം മതി. അതുകൊണ്ടല്ലേ അല്പവിശ്വാസി എന്ന് വിളിച്ചത്. വിശ്വാസ ജീവിതത്തിലേക്ക് കാല് വയ്ക്കാൻ ഒരല്പം വിശ്വാസം മതി. വിശ്വാസം അങ്ങ് മൂത്ത് മുഴുത്ത് പാറ പോലെ വിശ്വാസം ആയതിനു ശേഷമല്ല നമ്മളിൽ പലരും ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയത്, കർത്താവിൻ്റെ വചനം അനുസരിപ്പാൻ ഇറങ്ങിയത്. പലപ്പോഴും പാപവഴികളെ വിട്ട് ദൈവം വിളിച്ചപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇറങ്ങിയത് വിശ്വാസം അങ്ങ് തികഞ്ഞ് കടുകുമണി പോലെ നിറഞ്ഞ് അതിന് ശേഷമല്ല. ഒരല്പം വിശ്വാസം മതി ദൈവമക്കളെ ഇറങ്ങാൻ. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്പവിശ്വാസി. വിശ്വാസത്തിലേക്ക് ഇറങ്ങാൻ, ആരാധനയ്ക്ക് ഇറങ്ങാൻ, ആത്മീകത്തിലേക്ക് ഇറങ്ങാൻ, കൽപ്പനകൾ അനുസരിക്കാൻ, പാരമ്പര്യങ്ങളെ വിടാൻ, വിശുദ്ധ വചനം അനുസരിച്ച് മുന്നോട്ട് വരാൻ, ഒരു പുതിയ തുടക്കത്തിന് കുറിക്കാൻ, ഒരു പുതിയ മാനം കൈവരിപ്പാൻ, ഒരു പുതിയ ആത്മീകത ആവിഷ്കരിക്കാൻ അല്പം വിശ്വാസം മതി. അല്പം. അപ്പോൾ ഇറങ്ങിയത് ഒരല്പം വിശ്വാസം കൊണ്ടാണ്. പക്ഷെ എന്നെ ഇന്ന് ആശ്ചര്യപ്പെടുത്തിയത്, അല്പം വിശ്വാസം മതി ഇറങ്ങാൻ, പക്ഷെ അക്കരെ എത്താൻ അധികം വിശ്വാസം വേണം, ഇല്ലെങ്കിൽ മുങ്ങും. ഇപ്പം ഇറങ്ങിയവരോടെല്ലാവരോടും പറയാം, എങ്ങോട്ട്? കർത്താവിൽ ആശ്രയിച്ച് ദൈവം പറയുന്നത് കേട്ട് കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങാൻ അല്പം വിശ്വാസം മതി. ആത്മീക ജീവിതത്തിലേക്ക് ഇറങ്ങാൻ അല്പം വിശ്വാസം മതി. പക്ഷെ കുടുംബജീവിതം അക്കരെ കൊണ്ടെത്തിപ്പാൻ ഒത്തിരി വിശ്വാസം വേണം. ആത്മീക ജീവിതം അക്കരെ കൊണ്ടെത്തിപ്പാൻ ഒത്തിരി വിശ്വാസം വേണം. നിത്യതയിലെത്താൻ, ഈ ലോകസാഗരം നീന്തിക്കടക്കാൻ, നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഓളങ്ങളും തിരമാലകളും ആടിയുലയുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്ത് മറുകര താണ്ടാൻ ഇറങ്ങിയപ്പോഴുള്ള വിശ്വാസം വേണ്ട, വിശ്വാസം പോരാ, അധികം വിശ്വാസം വേണം. അല്പവിശ്വാസം കൊണ്ട് ഇറങ്ങാം, പക്ഷെ അധിക വിശ്വാസം കൊണ്ടേ അക്കരെ എത്താൻ പറ്റൂ. വിശ്വാസത്തിൻ്റെ ശത്രുവാണ് സംശയം. അതാണ് ഇവിടെ രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞു, അല്പവിശ്വാസിയെ അതൊരു കുറ്റമായി കണ്ടില്ല. നീ അല്പം വിശ്വാസം കൊണ്ട് ഇറങ്ങിയല്ലോ. ഒത്തിരി വിശ്വാസം കയ്യിൽ വെച്ചിട്ട് പലരും മിണ്ടാതിരിക്കുമ്പോൾ, ഭയങ്കര വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെ പേടിച്ചിരിക്കുമ്പോൾ, മോനെ നിൻ്റെ അല്പവിശ്വാസം കൊണ്ട് ഇറങ്ങിയല്ലോ, അല്പവിശ്വാസം കൊണ്ട് നീ 10 കാൽച്ചുവട് വെച്ചല്ലോ. അതിനകത്ത് യേശു ഒരു കുറ്റവും പറഞ്ഞില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ ശത്രു സംശയമാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറങ്ങാൻ സംശയമില്ലായിരുന്നു. സംശയിച്ചിരുന്നെങ്കിൽ ഇറങ്ങില്ലായിരുന്നു. എന്നാൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ശത്രു സംശയം കൊണ്ടുവരുന്നത്. സംശയിച്ചു. അവിടെയാണ് കുറ്റമായി പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് മുങ്ങി, എന്തുകൊണ്ട് തകർന്നു, എന്തുകൊണ്ട് ഉലഞ്ഞു, എന്തുകൊണ്ട് യാത്ര പൂർത്തീകരിക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കാതെ തിരിച്ചു കയറേണ്ടി വന്നു, അയ്യം വിളിക്കേണ്ടി വന്നു, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇവിടെ മറുപടി തരുന്നത് സംശയം. സംശയം. എന്തിനെ സംശയിച്ചു, ആരെ സംശയിച്ചു എന്നൊക്കെ ഇവിടെ വലിയ പ്രമാദമായിരിക്കുന്ന ചോദ്യമാണ്. കടലിനെയോ കാറ്റിനെയോ ഒന്നുമല്ല, ദൈവവിളിയെ വിളിച്ചവനെ. ഞാനിങ്ങനെ പറയാം, നിങ്ങൾ ഒരു ദൗത്യ നിർവഹണത്തിലാണെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചത് സത്യദൈവത്തെയാണെങ്കിൽ, വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണെങ്കിൽ, നിങ്ങളെ വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെ സംശയിക്കരുത്. സംശയിച്ചാൽ സംശയം വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, സംശയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറണം, എനിക്കിത് വിജയിപ്പിക്കണം, ഈ യാത്ര അക്കരെ എത്തിക്കണം, ഈ വെള്ളത്തിൽ മുങ്ങരുത്, ഈ പ്രതിസന്ധിയിൽ തകരരുത്. അല്പം വിശ്വാസം കൊണ്ട് ഞാൻ ഇറങ്ങി, ഇവിടെ ഇനി തളരരുത്. എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, എൻ്റെ സംശയം മുഴുവൻ മാറണം, ഞാൻ ജയിക്കും എന്നത് ഉറപ്പാക്കണം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയുന്നു, സംശയിക്കരുത്. അല്പം വിശ്വാസം കൊണ്ട് നീ മുന്നോട്ടിറങ്ങി, നിന്നെ അക്കരെ എത്തിക്കാൻ, നിന്നെ ജയാളിയാക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് 100% വിശ്വസിക്കുക.
കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ ഒരല്പം വിശ്വാസം മതിയായിരുന്നു. അധികം വിശ്വാസമുണ്ടെങ്കിലേ നമുക്കിത് ജയിപ്പിക്കാൻ പറ്റുള്ളൂ. സംശയിക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ശുശ്രൂഷയിൽ തളരുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരല്പം വിശ്വാസം മതി ശുശ്രൂഷയ്ക്കിറങ്ങാൻ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രയാസങ്ങൾ നേരിടാം. പക്ഷേ സംശയിക്കരുത്. ആത്മീക ജീവിതത്തിലേക്ക് ഇറങ്ങിയവരോട് കർത്താവിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ വേണ്ടി ഒരല്പം വിശ്വാസം മതി ഇറങ്ങാൻ. പക്ഷെ മുന്നോട്ട് പോകാൻ അധികം വിശ്വാസം വേണം. ഒന്നിനെയും സംശയിക്കരുത്. ദൈവവിളിയെ പ്രത്യേകം സംശയിക്കരുത്. നമുക്ക് ജയാളികളാകാം. സംശയിക്കാതെ മുന്നേറാം. താഴരുത്. നമുക്ക് നടന്ന് തന്നെ പ്രതികൂലങ്ങളെ ജയിക്കണം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വാസത്തിൻ്റെ ശത്രുവാണ് സംശയം. ആ സംശയം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ വിശ്വാസം അത് ഖനിക്കും. എത്ര കട്ടിയുള്ള വിശ്വാസമാണെങ്കിലും, എത്ര പഴക്കമുള്ള വിശ്വാസിയാണെങ്കിലും വെടികൊണ്ടതുപോലെ ചോർന്നു പോകും. സംശയം അകത്ത് കയറിയാൽ. നാഥ, അരുമനാഥനെ സംശയിക്കാതെ, സ്വർഗീയ വിളിയെ സംശയിക്കാതെ, എന്നിലുള്ള ദൈവകൃപയെ സംശയിക്കാതെ, എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തെ സംശയിക്കാതെ, എനിക്ക് തന്ന ശുശ്രൂഷയെ സംശയിക്കാതെ, എൻ്റെ കുടുംബത്തെ സംശയിക്കാതെ, എൻ്റെ കർത്താവ് വിളിച്ചതിൽ വിശ്വസ്തനായിരിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അതുതന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അല്പവിശ്വാസം കൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാരും ഈ ലോകസാഗരത്തിൽ മുങ്ങിപ്പോകല്ലേ. അവർ മറുകരയെത്തണേ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കൃപ കൊടുക്കണേ. അതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.